ചോറ് കഴിക്കാൻ എന്റെ പൊന്നു മക്കളെ ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം മതി കേട്ടോ. രാത്രിയിൽ ഉണ്ടാക്കിയ ആ ഐറ്റത്തിലേക്ക് പോകുന്നതിന് മുന്നേ പകൽ നടന്ന കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ കണ്ടോട്ടോ. ഇന്നൊന്ന് ബാങ്ക് വരെ പോകണമായിരുന്നു. അതിന് പതിവ് പോലെ തന്നെ ഞങ്ങൾ കുടുംബസമേതം കെട്ടി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ചെയ്തുവിട്ട് ഇട്ടേക്കുന്ന ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. അടിപൊളി ഡ്രസ്സാണ്. ഞാനും ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. വേണമെങ്കിൽ ലിങ്ക് എല്ലാത്തിന്റെ മുകളിൽ കൊടുത്തേക്കാട്ടോ. വീട്ടിൽ പുറത്തുള്ള അടുപ്പിൽ വേവിക്കുന്ന ഒന്നും പന്നിക്ക് കൊടുക്കുന്നില്ല എന്നുള്ള പരാതി കൊണ്ടാണെന്ന് അറിയാൻ വയ്യ. പന്നി അടുപ്പെല്ലാം ഇടിച്ചു നിർത്തിയിട്ട് പോയായിരുന്നു. അതുകൊണ്ട് ഒരു അടുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ പോയിട്ട് തിരിച്ചു വരുന്നവർക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. കുറച്ച് മാസങ്ങൾ കൊണ്ട് എന്റെ മോൻ വെള്ളവും വളവും കൊടുത്ത് നന്നായിട്ട് വളർത്തിക്കൊണ്ടുവന്ന തലമുടി ഒന്ന് വെട്ടി ഇറക്കിയായിരുന്നു കേട്ടോ ഇന്ന്. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ദൊറോത്തി മാതാമയുടെ കുഞ്ഞ് ഞങ്ങളെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. അടിപൊളി പാവക്കുട്ടിയാണ് കേട്ടോ. കണ്ട ജീവൻ ഉണ്ടെന്നേ പറയത്തുള്ളൂ. ഞാൻ ഇതിന്റെ ലിങ്കും വേണമെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കാവേ. സത്യം പറഞ്ഞ വീട്ടിൽ നിന്ന് പോയപ്പോൾ ചിക്കൻ മേടിക്കണം എന്ന് പറഞ്ഞാൽ പോയെങ്കിലും തിരിച്ചു വന്നപ്പോൾ മറന്നുപോയി. അതുകൊണ്ട് പിള്ളേർ ആകെ കലിപ്പിലാണ്. എന്നാ പിന്നെ തട്ടിക്കൂട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിള്ളേരുടെ തൊണ്ടയ്ക്ക് താഴോട്ട് ഈ പച്ചക്കറി ഇറങ്ങാത്തോണ്ട് ഞാൻ ഇതിന്റെ കൂടെ കുറച്ച് ക്യാരറ്റ് ഗ്രാറ്റിന് കിട്ടും. പിന്നെ ഇച്ചിരി തക്കാളിക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിലിരുന്ന ഫേസ് പാക്കിന്റെ പൗഡർ ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് മസാല പൗഡറും ചേർത്തിട്ടുണ്ട്. 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഉപ്പ് ഇത്രയാണ് ചേർത്ത് കേട്ടോ. പുറത്തെ അടുപ്പ് ആകെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. എന്നാലും അതിന്റെ മുകളിൽ ഒരു ചട്ടി കയറ്റി വെച്ച് അതിലാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിൽ നിന്ന് കഴിക്കാം. അതല്ല ഇടയ്ക്ക് വെച്ചിട്ട് അടുപ്പ് പൊളിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് നിലത്ത് നിന്ന് കഴിക്കാം കേട്ടോ. എണ്ണയിലിട്ട് ഈ സാധനത്തിന് നന്നായിട്ട് ചിക്കി പൊരിച്ചങ്ങോട്ട് എടുക്കണേ. പിന്നെ വായിക്കൊണ്ടിരുന്നാലേ എന്റെ മുട്ട കരിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിക്കി കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ ചിക്കി എടുത്ത ഐറ്റം ആകെ മൊത്തം ഇങ്ങനെ ആകുമ്പോ കുറച്ച് ചോറും കൂടി കൊടുക്കണേ. ബിരിയാണി റൈസ് ആണെങ്കിൽ പൊളിക്കും കേട്ടോ. ഞാൻ നമ്മുടെ പാവങ്ങളുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചമ്പാവിന് റൈസാണ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ചോറിന് വേറെ കറിയുടെ ഒരു ആവശ്യമില്ല കേട്ടോ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റ ബൈ ബൈ, സീ യു.